ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്നു മുതൽ ദോഹയിൽ. അറബ് രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാർ ഇന്ന് യോഗം ചേരും. ഇന്ന് തയ്യാറാക്കുന്ന കരട് പ്രമേയം നാളത്തെ പ്രധാന യോഗത്തിൽ ചർച്ച ചെയ്യും. ഇസ്രയേലിന് ഒരുമിച്ച് മറുപടി നൽകാനുള്ള തീരുമാനവും അറബ് രാജ്യങ്ങൾ എടുത്തേക്കും. ഉച്ചകോടി കണക്കിലെടുത്തത് ദോഹയിൽ കനത്ത സുരക്ഷയാണ്. സായ്കുമാർ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. സായ്കുമാർ, ഇസ്രയേലിനെതിരെ എന്ത് തീരുമാനത്തിലേക്ക് അറബ് രാജ്യങ്ങൾ എത്തുമെന്നുള്ളതിൽ ഉറ്റുനോക്കുകയാണ്. അറബ് രാജ്യങ്ങളിലേക്ക് നേരിട്ട് ഇസ്രയേലിന്റെ ആക്രമണം അത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റി ഏറെ വിമർശനാത്മകമായി തന്നെ നോക്കിക്കണ്ടിരുന്നതാണ്. എന്തായിരിക്കും സംഭവിക്കുക? തീർച്ചയായും റോഷ്നി, ശ്രുതി, ലോകം ഉറ്റുനോക്കുകയാണ് ഏത് തരത്തിലാണ് ഇസ്രയേലിന്റെ ഈ ദോഹയിലേക്കുള്ള ഖത്തറിലേക്കുള്ള കടന്നാക്രമണത്തിന് അറബ് രാജ്യങ്ങൾ മറുപടി നൽകുക എന്നുള്ളത്. ഖത്തറിന്റെ ഒരു മറുപടി അത് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നൽകും എന്നാണ് ഖത്തർ പറഞ്ഞിട്ടുള്ളത്. വലിയ രോഷമാണ് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണത്തിനെതിരെ ഉണ്ടായത്. അത് ഖത്തറിൽ മാത്രമല്ല അറബ് രാജ്യങ്ങളുടെ ഒരു ഐക്യപ്പെടലിന് കൂടി ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായ ഒരു അറബ് ലീഗ് ഉച്ചകോടിക്ക് ഇന്നിപ്പോൾ ദോഹ വേദിയാകുന്നത്. അറബ് രാജ്യങ്ങളിലെ തലവന്മാർ, അതോടൊപ്പം അറബ് സംഘടനാ പ്രതിനിധികളുടെ മേധാവിമാർ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗമാണ് പ്രധാനമായും നടക്കുന്നത്. ഷെറാട്ടൺ ഹോട്ടലിലായിരിക്കും ഈ യോഗം നടക്കുക. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കരട് പ്രമേയം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കരട് പ്രമേയമായിരിക്കും നാളത്തെ പ്രധാനപ്പെട്ട യോഗത്തിൽ ചർച്ചയാവുക. അതിനുശേഷം ഒരു പ്രധാന തീരുമാനത്തിലേക്ക് അറബ് രാജ്യങ്ങൾ എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപ് ഖത്തർ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യം, എത്ര വൈകിയാലും ഒരു മറുപടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൃത്യമായി തന്നെ ഖത്തർ നൽകിയിട്ടുണ്ട്. അത് ഖത്തർ ഒറ്റയ്ക്കാണോ അതോ അറബ് രാജ്യങ്ങളാണോ നൽകുക എന്നുള്ളതാണ് തീരുമാനമുണ്ടാവുക. നേരത്തെയൊക്കെ ഒരു ചടങ്ങ് മാത്രമായ അറബ് ഉച്ചകോടികൾ മാറിയിരുന്നുവെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഇസ്രയേലിനെതിരെ വലിയ രോഷം ഈ അറബ് രാജ്യങ്ങൾക്കുണ്ട്. ഒരു കാരണവശാലും ഈ കടന്നുകയറ്റം, ഈ ആക്രമണം അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായപ്പോൾ മുതൽ UAE അടക്കമുള്ള രാജ്യങ്ങൾ എടുത്തത്. അതുകൊണ്ട് അവരുടെയൊക്കെ പ്രതിനിധികൾ ഇതിനോടകം ഖത്തറുമായി സംസാരിക്കുകയോ കൂടിക്കാഴ്ച നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും ഒരു ടേബിളിൽ ചുറ്റും ഇരിക്കുന്നത് ഒരുപക്ഷെ ഈ സംഭവത്തിന് ശേഷം ആദ്യമാണ്. അതുകൊണ്ട് നിർണായകമായിട്ടുള്ളൊരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ ഇസ്രയേലിൻ്റെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളൊരു നിർണായകമായ മാറ്റം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ഇന്നിപ്പോൾ ഇസ്രയേൽ സന്ദർശിക്കുകയാണ്. അതായത് അറബ് ഉച്ചകോടിക്കിടയിൽ അറബ് രാഷ്ട്രത്തലവന്മാരെല്ലാം ഒരുമിച്ചിരിക്കുമ്പോൾ അമേരിക്കൻ പ്രതിനിധി ഇസ്രയേലിലെത്തുകയും ഇസ്രയേലിന് പിന്തുണ അറിയിക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി ഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ പരിഗണിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്രയേൽ ഗാസയിൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങളൊക്കെ വലിയ രീതിയിൽ നശിപ്പിക്കുകയാണ്. ഏകദേശം ഒറ്റ ദിവസം കൊണ്ട് 6000-ലധികം ആളുകളെ ഭവനരഹിതരാക്കുന്ന രീതിയിൽ ഗാസ സിറ്റി പൂർണ്ണമായും പിടിച്ചടക്കുന്ന രീതിയിലേക്ക് ആക്രമണം ഇസ്രയേൽ കടുപ്പിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലമെല്ലാം ഈ അറബ് ലീഗ് ഉച്ചകോടിയിൽ ചർച്ചയ്ക്ക് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.